CPM സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെ പൊന്നാനി മണ്ഡലം കമ്മിറ്റിയിൽ എതിർപ്പ്. MK സക്കീറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലാണ് എതിർപ്പ്. ഒരാൾക്ക് തന്നെ എല്ലാ പദവികളും എന്തുകൊണ്ട് നൽകുന്നുവെന്ന വിമർശനമാണ് ഉയർന്നത്. യൂനസ് അഹമ്മദുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. യൂനസ്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഈ പൊന്നാനിയിലെ എതിർപ്പിന് കാരണം എന്താണ്? സക്കീറിനെതിരെയുള്ള ആരോപണം എന്താണ്? കാലങ്ങളായി പൊന്നാനി CPM-ൽ വലിയ തർക്കങ്ങളുണ്ട്. നമുക്കറിയാം, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അതിന്റെ സ്ഥാനാർത്ഥി ചർച്ച ഉണ്ടാകുന്ന സമയത്ത് തന്നെ വലിയ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. P. നന്ദകുമാറിനെ സ്ഥാനാർത്ഥിയാക്കിയതിനെ ചൊല്ലി TM സിദ്ദിഖ് വിഭാഗം വലിയ പ്രതിഷേധം ഉയർത്തി, പരസ്യ പ്രതിഷേധം ഉയർത്തിയിരുന്നു. വലിയ തർക്കം കാലങ്ങളായി തുടരുന്നുണ്ട് പൊന്നാനിയിൽ. നമുക്കറിയാം, ഈ CPM-നെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് LDF-നെ സംബന്ധിച്ചിടത്തോളം ഒരു ഷുവർ സീറ്റ്, മലപ്പുറം ജില്ലയിൽ നിലവിൽ ഒരു ഷുവർ സീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലം അത് പൊന്നാനി സീറ്റാണ്. അവിടെയാണ് ഇപ്പോൾ വീണ്ടും ഈ തർക്കം വരുന്നത്. പ്രധാനമായി നിലവിൽ MK സക്കീറിനെയാണ്, വഖഫ് ബോർഡ് ചെയർമാനായ MK സക്കീറിനെയാണ് ഇപ്പോൾ LDF സ്ഥാനാർത്ഥിയായി ഇപ്പോൾ പരിഗണിക്കുന്നത്. ഏതായാലും അത് തീരുമാനമായ ഒരു മട്ടാണ്. ആ ഒരു സാഹചര്യത്തിലാണ് MK സക്കീറിനെതിരെ ഇപ്പോൾ വലിയൊരു വിമർശനം ഉയരുന്നത്. ഈ പൊന്നാനി മണ്ഡലം, പ്രത്യേകിച്ച് ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട സമയത്ത് 2 ഏരിയ കമ്മിറ്റികൾ ഒരുമിച്ചുള്ള ഒരു കമ്മിറ്റിയാണ് CPM-ന്റെ മണ്ഡലം കമ്മിറ്റി. ആ മണ്ഡലം കമ്മിറ്റിയിലാണ് ഇപ്പോൾ MK സക്കീറിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർന്നത്. ഒരാൾക്ക് തന്നെ എല്ലാ പദവികളും എന്തുകൊണ്ട് നൽകുന്നു എന്നാണ് ഈ അംഗങ്ങൾ ചോദിക്കുന്നത്. എല്ലാ സ്ഥാനങ്ങളും ഒരാൾക്ക് തന്നെ നൽകുന്നു. നമുക്കറിയാം, MK സക്കീർ നിലവിൽ വഖഫ് ബോർഡ് ചെയർമാനാണ്. അതോടൊപ്പം തന്നെ മുമ്പ് PSC ചെയർമാനാണ്. പാർട്ടിയുടെ ഭാഗമല്ല, പാർട്ടി അംഗമല്ല, പാർട്ടിയുടെ നേതാവല്ല. അങ്ങനെയുള്ള ആൾക്ക് എല്ലാ സ്ഥാനവും ഇപ്പോൾ വീണ്ടും മത്സരിക്കാനുള്ള അവസരം നൽകുന്നു. ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്നുള്ള രൂക്ഷമായിട്ടുള്ള വിമർശനമാണ് ഇപ്പോൾ ഈ യോഗത്തിൽ ഉയരുന്നത്. പൊന്നാനി മുൻ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായ സലീമുദ്ദീനെയോ അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി അംഗമായ TM സിദ്ദീഖിനെയോ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് ഈ യോഗത്തിൽ ഇപ്പോൾ ഈ ഒരു നിർദ്ദേശം ഉയർന്നത്. ഏതായാലും ആ ഒരു ആവശ്യം അംഗീകരിക്കാനിടയില്ല. ജില്ലാ കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റിയും ഇപ്പോൾ MK സക്കീറിനെ തന്നെ പരിഗണിക്കണം, MK സക്കീറിനെ സ്ഥാനാർത്ഥിയാക്കണം എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഏതായാലും വലിയ തർക്കം ഉണ്ട്. ഏതായാലും ഈ കോൺഗ്രസ് UDF-ന്റെ സ്ഥാനാർത്ഥി KPCC സെക്രട്ടറിയായ നൌഷാദ് അലിയാണ്. നൌഷാദ് അലി ഇപ്പോൾ മാസങ്ങളായി അവിടെ വീടെടുത്ത് ഇപ്പോൾ പ്രചരണം അനൌദ്യോഗികമായി ആരംഭിച്ചിട്ടുമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ MK സക്കീറിനെ ഇപ്പോൾ സ്ഥാനാർത്ഥിയാക്കിയിട്ടുള്ളത്. ഏതായാലും CPM-ൽ കാലങ്ങളായിട്ടുള്ള തർക്കം ഇത് ഇലക്ഷനെ, തെരഞ്ഞെടുപ്പിനടക്കം ബാധിക്കുമോ എന്നുള്ള ഒരു ആശങ്ക LDF-ലെ മറ്റു ഘടകകക്ഷികൾക്കുണ്ട്. ഏതായാലും ഈ തർക്കം ഉടൻ പരിഹരിക്കാനാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ CPM ഉള്ളത്.